പ്ലസ് ടു ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലായിരിക്കുന്ന ഇലക്ട്രിക് ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ ആവശ്യമായ വർക്ക് ഡണ്ണിനുള്ള എക്സ്പ്രഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഇലക്ട്രിക് ഡൈപോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലായി പ്ലേസ് ചെയ്യുമ്പോൾ അതിലൊരു കപ്പിൾ ഓഫ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ആ കപ്പിൾ ഓഫ് ഫോഴ്സ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ടോർക്ക് മൂലം ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡായി റൊട്ടേറ്റ് ചെയ്യുന്നു നമ്മൾ കണ്ടു. ഈ റൊട്ടേഷണൽ ഫോഴ്സിന് എഗ്നസ്റ്റായി ഒരു എക്സ്റ്റേണൽ ടോർക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഡൈപോളിനെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യാനായി സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് മാത്തമാറ്റിക്കലി ഡിറൈവ് ചെയ്യാം. അതിനായി നമുക്ക് ആദ്യം ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്യാം. പാരലൽ ലൈൻസ് ഓഫ് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ഇത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് പോസിറ്റീവ് സൈഡിൽ നിന്നും നെഗറ്റീവ് സൈഡിലേക്കാണ്. ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡായി ഒരു ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇലക്ട്രിക് ഡൈപോളിൻ്റെ പോസിറ്റീവ് ചാർജ് ഇവിടെയും നെഗറ്റീവ് ചാർജ് ഇവിടെയും. ഡൈപോളിൻ്റെ ലെങ്ത് 12. ഡൈപോൾ ഇനീഷ്യലി ഫീൽഡുമായി തീറ്റ ആംഗിളിൽ ഇരിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെ ഒരു ഡൈപോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ ഫീൽഡ് ഈ രണ്ട് ചാർജിലും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അത് നമ്മൾ പഠിച്ചതാണ്. പോസിറ്റീവ് ചാർജിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ടുവേഴ്സ് നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ അലോങ് ദ ഫീൽഡ് ഡയറക്ഷൻ ആ ഫോഴ്സ് F is equal to EQ എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ നെഗറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഫീൽഡിനും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ആ ഫോഴ്സും EQ എന്ന എക്സ്പ്രഷനിലൂടെ റെപ്രസെൻ്റ് ചെയ്യാം. ഈ രണ്ട് ഫോഴ്സുകളും ഈക്വലും ഓപ്പോസിറ്റും ആണെന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഡൈപോളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ട്രാൻസ്ലേഷണൽ ഫോഴ്സ് 0 വരും. അതുകൊണ്ട് തന്നെ ഡൈപോളിന് ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാവില്ല. എന്നാൽ ഈ രണ്ട് ഈക്വലും ഓപ്പോസിറ്റുമായ ഫോഴ്സുകൾ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതൊരു കപ്പിൾ ഫോഴ്സായി ബിഹേവ് ചെയ്യും. ഈ കപ്പിൾ ഫോഴ്സ് മൂലം ഡൈപോളിൽ ഒരു ടോർക്ക് ആക്ട് ചെയ്യപ്പെടും. ആ ടോർക്ക് കാരണം ഇവിടെ ഡൈപോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്താൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സ് കാരണം ഡൈപോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പോൾ ആ ടോർക്കിനുള്ള എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചത് ടോ ഇസ് ഈക്വൽ ടു EP സൈൻ തീറ്റ എന്നാണ് പഠിച്ചത്. ഇനി ഈ ഒരു ടോർക്കിന് എഗനസ്റ്റായി ഒരു എക്സ്റ്റേണൽ ടോർക്ക്, ഈ ടോർക്കിന് ഈക്വലും ഓപ്പോസിറ്റ് ഒരു എക്സ്റ്റേണൽ ടോർക്ക് നമ്മളിവിടെ ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് മറ്റൊരു പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ടോർക്ക് അപ്ലൈ ചെയ്ത് ഇതിനെ ടേൺ ചെയ്യുമ്പോൾ നമ്മളവിടെ ഒരു എക്സ്റ്റേണൽ വർക്ക് ചെയ്യണം. ആ വർക്ക് ഡണ്ണിനുള്ള എക്സ്പ്രഷനാണ് നമുക്കിവിടെ ഡിറൈവ് ചെയ്യേണ്ടത്. അതിന് ആദ്യം നമുക്കിതിനെ ഒരു സ്മോൾ ആംഗിളിലേക്ക് ടേൺ ചെയ്യുന്നതായി കൺസിഡർ ചെയ്യാം. ഇനിഷ്യലി ഈ ഡൈപോളിനെ നമ്മൾ ഡി തീറ്റ എന്ന ഒരു സ്മോൾ ആംഗിളിലേക്ക് ഇതിനെ ടേൺ ചെയ്തു. അതിനാവശ്യമായിട്ടുള്ള സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡണ്ണിനെ നമുക്ക് DW എന്ന് എടുക്കാം. വർക്ക് ഡൺ ബൈ എ ടോർക്ക് എന്ന് പറയുന്നത് DW is equal to ടോ ഇൻറ്റു ഡി തീറ്റ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള വർക്ക് ഡൺ is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്നുള്ള ട്രാൻസ്ലേഷൻ മോഷനിലെ ഇക്വേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ അതിന് സമാനമായ ഇക്വേഷൻ തന്നെയാണിത്. അപ്പോൾ ഇവിടെ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ലീനിയർ ഫോഴ്സിൻ്റെ സ്ഥാനത്ത് എഫിൻ്റെ സ്ഥാനത്ത് റൊട്ടേഷണൽ ഫോഴ്സ് അഥവാ ടോർക്ക് ടോ, അതുപോലെ തന്നെ F ഇൻറ്റു എസ് എന്നുള്ള ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് സ്ഥാനത്ത് ഇവിടെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ അല്ലെങ്കിൽ ഡി തീറ്റ. ഇനി ഇതിൽ ഈ ടോർക്കിനുള്ള എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ DW is equal to ടോയ്ക്ക് പകരം EP സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ. ഈ ടോർക്കിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡൈപോളിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്ന ടോർക്കിനുള്ള എക്സ്പ്രഷനാണ്. ആ ടോർക്കിന് ഈക്വലും ഓപ്പോസിറ്റുമായ ഒരു എക്സ്റ്റേണൽ ടോർക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ടോർക്കും ഇതിന് തുല്യമാണ്. അതുകൊണ്ടാണ് സെയിം എക്സ്പ്രഷൻ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇതിപ്പോൾ ഒരു സ്മോൾ ആംഗിളിലേക്ക് ഇതിനെ ട്വിസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ എക്സ്പ്രഷനാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കിതിനെ ഒരു ലാർജ് ആംഗിളിലേക്ക് ടേൺ ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ ഇതിൽ നിന്നും തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ഇതുപോലെയുള്ള കുറേ സ്മോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റുകൾ ചേരുമ്പോഴാണ് ടോട്ടൽ ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ആ സ്മോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ
ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. ഉദാഹരണത്തിന് ഇനിഷ്യലി ഈ ഡൈപോൾ θ1 ആംഗിളിലാണ് ഇരിക്കുന്നതെന്ന് കരുതുക. ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ θ2 ആംഗുലർ പൊസിഷനിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ടോട്ടൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രേറ്റിംഗ് ദ സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഫ്രം θ1 ടു θ2. θ1 പൊസിഷനിൽ നിന്നും θ2 പൊസിഷൻ വരെയുള്ള നമ്മൾ മുൻപ് പറഞ്ഞ ആ സ്മോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റുകളെല്ലാം കൂടെ, അല്ലെങ്കിൽ സ്മോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള സ്മോൾ വർക്ക് ഡൺസ് എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫ്രം θ1 ടു θ2, θ1 മുതൽ θ2 വരെയുള്ള സ്മോൾ വർക്ക് ഡൺസ് എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ ടോട്ടൽ വർക്ക് ഡൺ കിട്ടുന്നത്. ഇനി നമുക്ക് W is equal to ഇൻ്റഗ്രൽ θ1 ടു θ2 dWയുടെ പ്ലേസിൽ അതിൻ്റെ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും EP sin θ ഇൻറ്റു d θ. ഇതിൽ ഇയും പിയും കോൺസ്റ്റൻസ് ആണ്. കോൺസ്റ്റൻസിനെ നമുക്ക് ഇൻ്റഗ്രേഷന് പുറത്തേക്ക് മാറ്റുന്നത്, കാരണം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഡൈപോൾ മൊമെൻറ്റ് P is equal to Q ഇൻറ്റു 2L. ചാർജും ഡൈപോൾ ലെങ്ത്തും കോൺസ്റ്റൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഡൈപോൾ മൊമെൻറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് നമുക്ക് പുറത്തേക്ക് മാറ്റി നിർത്തിയാൽ W is equal to EP ഇൻറ്റു ഇൻ്റഗ്രൽ θ1 ടു θ2 sin θ d θ. ഇനി നമുക്ക് sin θ d θ എന്നുള്ളതിൻ്റെ ഇൻ്റഗ്രൽ റിസൾട്ട് അപ്ലൈ ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് sin θയുടെ ഇൻ്റഗ്രൽ റിസൾട്ട് മൈനസ് കോസ് θ. അതിവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു EP ഇൻറ്റു മൈനസ് കോസ് θ ലിമിറ്റ് θ1 ടു θ2. ഇനി നമുക്കിതിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു അറിയാമല്ലോ. ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം, ദെൻ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ മൈനസ് കോസ് θയുടെ പ്ലേസായി അപ്പർ ലിമിറ്റ് θ2 കൊടുക്കും, മൈനസ് കോസ് θയുടെ പ്ലേസ് ലോവർ ലിമിറ്റ് θ1, ഓർ W is equal to EP ഇൻറ്റു മൈനസ് ഇൻറ്റു മൈനസ് ഈ ടൈം പോസിറ്റീവ് ടൈം. അപ്പോൾ നമുക്കതിനെ ആദ്യം എഴുതാം കോസ് θ1, പിന്നുള്ളത് മൈനസ് കോസ് θ2. ഇതാ ഈ കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷനാണ് ഒരു ഇലക്ട്രിക് ഡൈപോളിലെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് θ1 ആംഗുലർ പൊസിഷനിൽ നിന്നും θ2 ആംഗുലർ പൊസിഷനിലേക്ക് ടേൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡൻ്റെ എക്സ്പ്രഷൻ. ഇനി ഈ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളവിടെ എക്സ്റ്റേണൽ എനർജി ഉപയോഗിക്കാം. ആ എനർജി ഈ ഡൈപോളിൻ്റെ ഫൈനൽ പൊസിഷനിലെ, അതായത് θ2 ആംഗുലർ പൊസിഷനിൽ എത്തുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജിയായി സ്റ്റോർ ചെയ്യപ്പെടും. കാരണം നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ എനർജി സ്പെൻഡ് ചെയ്യണം. നമ്മൾ ആ വർക്ക് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്ത എനർജി ഈ ഡൈപോളിൻ്റെ ഫൈനൽ പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജിയായി സ്റ്റോർ ചെയ്യപ്പെടും. അപ്പോൾ ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലുള്ള ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ എനർജിക്കുള്ള എക്സ്പ്രഷൻ ചോദിച്ചാലും ഇതേ ഡെറിവേഷൻ തന്നെയാണ് എഴുതുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് U is equal to EP ഇൻറ്റു കോസ് θ1 മൈനസ് കോസ് θ2. ക്ലിയർ ആയല്ലോ. അടുത്തത് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. നമ്മൾ മുൻപൊരു വീഡിയോയിൽ കണ്ടതാണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്താണ്, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്തിനു ഉപയോഗിക്കുന്നതാണെന്നൊക്കെയുള്ളത് നമ്മൾ പഠിച്ചതാണ്. ഇനി നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ മനസ്സിലാക്കാം. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിനെ പിക്ചറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഇതാദ്യം ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് മൈക്കിൾ ഫാരഡേ ആണ്. ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് കാണാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ അതിനെ വരച്ച് കാണിക്കാൻ വേണ്ടിയാണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ചാർജിന് ചുറ്റുമായി ഫോം ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, ഒരു ടെസ്റ്റ് ചാർജ് വെക്കുമ്പോൾ അതിലേക്ക് ആ ചാർജ് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫോഴ്സ് മൂലം ഈ ടെസ്റ്റ് ചാർജ് അട്രാക്റ്റീവ് ഫോഴ്സോ റിപ്പൾസീവ് ഫോഴ്സോ ഏതെങ്കിലും ഒരു ഫോഴ്സ് ആക്ട് എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റ് ചാർജ് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും, അല്ലെങ്കിൽ ആ ഫോഴ്സ് മൂലം അത് മൂവ് ചെയ്യും. അത് മൂവ് ചെയ്യുന്ന ആ പാത്തിനെ, അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ ആ ടെൻഡൻസി കാണിക്കുന്ന ആ പാത്തിനെയാണ് ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പോസിറ്റീവ് ചാർജിൻ്റെ കേസിൽ ഒരു പോസിറ്റീവ് ചാർജ് +Q ചാർജ് എടുക്കുകയാണെങ്കിൽ ആ പോസിറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഈ ചാർജിൽ നിന്നും റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷനിലായിരിക്കും എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ഇതുപോലെ റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷനിലായിരിക്കും പോസിറ്റീവ് ചാർജസിൻ്റെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഈ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നമുക്കതിനെ ചാർജ് >0 ഇങ്ങനെ വേണമെങ്കിലും
പറയാം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ലൈൻസ് ഓഫ് ഫോഴ്സ് വരയ്ക്കാൻ പറയുമ്പോൾ ഡ്രോ ദ ലൈൻസ് ഓഫ് ഫോഴ്സ് ഓഫ് എ ചാർജ് ഗ്രേറ്റർ ദാൻ 0, പോസിറ്റീവ് ചാർജ് എന്നെടുത്ത് പറയാം, ചിലപ്പോൾ ഇങ്ങനെ പറയാം. അപ്പോൾ ഓർത്തോളുക, പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ചാർജ് ഗ്രേറ്റർ ദാൻ 0യുടെ ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് എപ്പോഴും റേഡിയലി ഔട്ട്വേർഡ് ഫ്രം ദി ചാർജ് ആയിരിക്കും. ഇതേപോലെ തന്നെ നെഗറ്റീവ് ചാർജിൻ്റെ കേസിൽ വരുമ്പോൾ, ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ, -q ചാർജ് ആണെങ്കിൽ, ആ ചാർജിൻ്റെ കേസിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് റേഡിയലി ടുവേഴ്സ് ദി ചാർജ് എന്നാണ് നമ്മൾ കണ്ടത്. ഇതാണ് നെഗറ്റീവ് ചാർജിൻ്റെ ലൈൻസ് ഓഫ് ഫോഴ്സ്. നെഗറ്റീവ് ചാർജിനെ നമുക്ക് Q<0 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ പോസിറ്റീവ് ചാർജിൻ്റെ കേസിൽ എന്തുകൊണ്ടാണ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇവിടുന്ന് റേഡിയലായി ഔട്ട്വേർഡ് ഡയറക്ഷനിൽ വരാനുള്ള കാരണം? ഒരു ടെസ്റ്റ് ചാർജ് 1 കൂളോം പോസിറ്റീവ് ചാർജ് വെക്കുമ്പോൾ അതിലേക്ക് ഈ പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിപ്പൾസീവ് ഫോഴ്സ് കാരണം ഇത് ഇവിടുന്ന് പുറത്തേക്ക് മൂവ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ പുറത്തേക്ക് മൂവ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ആ മൂവ് ചെയ്ത് പോകുന്ന പാത്താണ് ഈ ലൈൻസ് ഓഫ് ഫോഴ്സായി റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നെഗറ്റീവ് ചാർജിൻ്റെ കേസിലാണെങ്കിൽ നമ്മളിവിടെ വെക്കുന്ന ടെസ്റ്റ് ചാർജ്, നെഗറ്റീവ് ചാർജ് ഈ ടെസ്റ്റ് ചാർജ് അഥവാ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യുന്ന കാരണം ഈ ടെസ്റ്റ് ചാർജ് ഇവിടുന്ന് അടുത്തേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. ആ മൂവ് ചെയ്യുന്ന പാത്താണ് ഇവിടുത്തെ ലൈൻ ഓഫ് ഫോഴ്സായി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും കേസിലുള്ള ലൈൻസ് ഓഫ് ഫോഴ്സാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സുകളൊക്കെ തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്നാണ്. ഈ ലൈൻസ് ഓഫ് ഫോഴ്സുകളെല്ലാം വന്ന് അവസാനിക്കുന്നത് നെഗറ്റീവ് ചാർജിലാണ്. അപ്പോൾ ഓൾ ലൈൻസ് ഓഫ് ഫോഴ്സ് ഒറിജിനേറ്റ് ഫ്രം പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജിൽ നിന്നാണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സുകളെല്ലാം ആരംഭിക്കുന്നത്. ഈ ലൈൻസ് ഓഫ് ഫോഴ്സുകളെല്ലാം വന്ന് അവസാനിക്കുന്നത് നെഗറ്റീവ് ചാർജിലായിരിക്കും. ഇനി ഇത് രണ്ട് ഇൻഡിവിജ്വൽ ചാർജസിൻ്റെ കേസിലുള്ള ലൈൻസ് ഓഫ് ഫോഴ്സാണ്. ഇതേപോലെ ഒരു പെയർ ഓഫ് ചാർജിൻ്റെ കേസിലുള്ള ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയായിരിക്കും നോക്കാം. നമുക്ക് രണ്ട് സിമിലർ ചാർജസിൻ്റെ പെയർ എടുക്കാം. അതായത് ഒരു പോസിറ്റീവ് ചാർജ് +q ചാർജ്, മറ്റൊരു പോസിറ്റീവ് ചാർജ്. അപ്പോൾ നമ്മൾ മുൻപ് കണ്ടതുപോലെ ഇതിന് അറൗണ്ടായി ഒരു ടെസ്റ്റ് ചാർജ് പ്ലേസ് ചെയ്തുകൊണ്ട് അത് മൂവ് ചെയ്യുന്ന പാത്ത് മനസ്സിലാക്കുകയാണെങ്കിൽ, പാത്ത് ഡ്രോ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഇവിടുത്തെ ലൈൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ട് വെക്കുന്ന ഒരു ടെസ്റ്റ് ചാർജിനെ ഈ ചാർജ് റിപ്പൽ ചെയ്യും. അപ്പോൾ ഇത് ഇവിടുന്ന് അകന്ന് മാറും. അതിനോടൊപ്പം അകന്ന് മാറുന്ന ഈ ചാർജ് രണ്ടാമത്തെ പോസിറ്റീവ് ചാർജിന് അടുത്തേക്ക് വരുമ്പോൾ അത് വീണ്ടും ഇവിടുന്നുള്ള റിപ്പൾസീവ് ഫോഴ്സും കൂടെ അതിലേക്ക് ആക്ട് ചെയ്യും. ആ രണ്ട് ഫോഴ്സും കാരണം ഈ രണ്ട് ചാർജുകളിൽ നിന്നും ടെസ്റ്റ് ചാർജ് ഇവിടുന്ന് അകന്നു പോകാനുള്ള ടെൻഡൻസി കാണിക്കും. അത് ഈ സൈഡിലാണ് വെക്കുന്നതെങ്കിൽ ഇവിടുന്ന് വന്നിട്ട് ഇങ്ങോട്ടേക്ക് അകന്നു പോകും, കാരണം രണ്ടിൽ നിന്നുള്ള റിപ്പൾസീവ് ഫോഴ്സ്. അപ്പോൾ ഇങ്ങനെ ഇതിന് ചുറ്റുമായി നമ്മൾ വരയ്ക്കുന്ന ലൈൻസ് ഓഫ് ഫോഴ്സുകളെല്ലാം രണ്ട് പോസിറ്റീവ് ചാർജുകളിൽ നിന്നും ഉള്ള റിപ്പൾസീവ് ഫോഴ്സ് മുഖേന ഈ ടെസ്റ്റ് ചാർജ് ദൂരേക്ക് അകന്ന് മാറി പോകുന്നതായി സൂചിപ്പിക്കുന്ന ഈ പാത്തുകളാണ് രണ്ട് സിമിലർ ചാർജുകളുടെ കേസിലുള്ള ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. കാരണം ഈ രണ്ട് ചാർജുകളും റിപ്പൾസീവ് ഫോഴ്സാണ് എക്സേർട്ട് ചെയ്യുന്നത്. ഇനി ഇത് രണ്ട് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഈ വരച്ചിരിക്കുന്ന ലൈൻസ് ഓഫ് ഫോഴ്സുകൾക്ക് ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഈ ലൈൻസ് ഓഫ് ഫോഴ്സുകളെല്ലാം ഡയറക്ഷൻസ് ടുവേഴ്സ് ദി ചാർജ് വരും. ഓക്കെ, ഇത് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഈ ലൈൻ ഓഫ് ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും. കണ്ടല്ലോ, നെഗറ്റീവ് ആണെങ്കിൽ. അങ്ങനെ ഇതെല്ലാം മാറ്റി വരച്ചാൽ രണ്ട് ചാർജുകളും നെഗറ്റീവ് ചാർജുകളാണെങ്കിൽ ഈ പാത്തല്ല ഇതുപോലെ തന്നെ ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ടുവേഴ്സ് ദി ചാർജ് വരുമെന്ന് മാത്രം. രണ്ട് സിമിലർ ചാർജുകളുടെ കേസിൽ. ഇനി രണ്ട് ഓപ്പോസിറ്റ് ചാർജുകളുടെ കേസിലാണെങ്കിൽ, അതായത് ഒരു പോസിറ്റീവ് ചാർജ് മറ്റൊന്ന് നെഗറ്റീവ് ചാർജ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഡൈപോൾ ആണെന്ന് കരുതുക. ഈ കേസിൽ നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് ചാർജിനടുത്തായി നമ്മളൊരു ടെസ്റ്റ് ചാർജ് വെക്കുന്നു, 1 കൂളോം പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഈ ടെസ്റ്റ് ചാർജിൽ ഈ പോസിറ്റീവ് ചാർജ് എക്സർട്ട് ചെയ്യുന്ന റിപ്പൾസീവ് ഫോഴ്സ് കാരണം ഇത് ഇവിടുന്ന് അകന്ന് മാറുകയും അതേസമയം നെഗറ്റീവ് ചാർജ് എക്സർട്ട് ചെയ്യുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് കാരണം അതിനടുത്തേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ആ ചാർജ് ടെസ്റ്റ് ചാർജ് മൂവ് ചെയ്യുന്ന പാത്ത് ഇങ്ങനെയായിരിക്കും. അതാണ് അവിടുത്തെ ലൈൻ ഓഫ് ഫോഴ്സ്. തൊട്ടിപ്പുറത്തേക്ക് മാറ്റി വെച്ചാൽ അത് ഇവിടുന്ന് ഇങ്ങോട്ട് സഞ്ചരിച്ച് വരും. കുറച്ചുകൂടി ഇപ്പുറത്തേക്കാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ സഞ്ചരിച്ച് വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ടെസ്റ്റ് ചാർജ് മൂവ് ചെയ്യുന്നതായി നമുക്ക് കിട്ടുന്ന ഈ പാത്താണ് ഈ രണ്ട് ചാർജുകൾക്കും ചുറ്റുമായുള്ള ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഉണ്ടല്ലോ, അപ്പോൾ ഒരു പെയർ ഓഫ് ചാർജിൻ്റെ കേസിലുള്ള ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. രണ്ട് സിമിലർ ചാർജുകളാണെങ്കിൽ അവയുടെ ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയായിരിക്കാം? രണ്ട് ഓപ്പോസിറ്റ് ചാർജസ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെയൊക്കെ കേസിലാണെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയാവാം?
അതാണ് നമ്മളിവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസായി നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് എല്ലാ ലൈൻസ് ഓഫ് ഫോഴ്സുകളും ആരംഭിക്കുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്നാണ്. രണ്ടാമത്തത് ഈ ലൈൻസ് ഓഫ് ഫോഴ്സുകളെല്ലാം അവസാനിക്കുന്നത് നെഗറ്റീവ് ചാർജിലും ആയിരിക്കും. അതുപോലെ തന്നെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ കേസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് കണ്ടിന്യൂസ് ലൂപ്പുകളാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരിക്കലും ക്ലോസ്ഡ് ലൂപ്പുകളല്ല. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി നെഗറ്റീവ് ചാർജിൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ കണ്ടിന്യൂസ് ക്ലോസ്ഡ് കണ്ടിന്യൂസ് ലൂപ്പുകളല്ല ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഇനി മറ്റൊന്ന്, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സുകളുടെ കുറേ കേസുകൾ നമ്മളിവിടെ വരച്ചപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിച്ചത് ഈ ലൈൻസ് ഓഫ് ഫോഴ്സുകളൊന്നും പരസ്പരം ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതായി, ക്രോസ് ചെയ്ത് പോകുന്നതായി, ഇതുപോലെ ഇങ്ങനെ രണ്ട് ലൈൻസ് ഓഫ് ഫോഴ്സുകൾ പരസ്പരം ക്രോസ് ചെയ്യുന്ന പോയിന്റുകളൊന്നും നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. കാരണം അങ്ങനെ ലൈൻസ് ഓഫ് ഫോഴ്സുകൾ പരസ്പരം ക്രോസ് ചെയ്യില്ല. രണ്ട് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സുകൾ പരസ്പരം ക്രോസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പോയിന്റിൽ രണ്ട് ഡിഫറൻറ്റ് ഇലക്ട്രിക് ഫീൽഡുകൾ സെപ്പറേറ്റ് ആയി എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ്. അങ്ങനെ ഒരിക്കലും രണ്ട് ഇലക്ട്രിക് ഫീൽഡുകൾ സെപ്പറേറ്റ് ആയി എക്സിസ്റ്റ് ചെയ്യില്ല. അഥവാ അങ്ങനെ രണ്ട് ഡിഫറൻറ്റ് ഇലക്ട്രിക് ഫീൽഡുകൾ ഉണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ അതിൻ്റെ രണ്ടിനും കൂടി വെക്റ്റർ റിസൾട്ടൻ്റായി ഒരു ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഉദാഹരണത്തിന് ഇവിടെ ഈ രണ്ട് ഫീൽഡുകളുടെയും കൂടി വെക്റ്റർ റിസൾട്ടൻ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് ഫീൽഡ് ഇങ്ങനെ ഒരൊറ്റ ഫീൽഡ് മാത്രമേ നമുക്ക് അവിടെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ സെപ്പറേറ്റ് ആയി ലൈൻസ് ഓഫ് ഫോഴ്സ് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഒരിക്കലും രണ്ട് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇനി മറ്റ് പ്രത്യേകതകളിലൂടെ നോക്കാം. നമ്മളിതിനു മുമ്പ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ പറ്റി പഠിച്ചിരുന്നു. ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ പിക്ചറൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്ന ലൈൻസ് ഓഫ് ഫോഴ്സുകൾ പാരലൽ ലൈൻസ് ഓഫ് ഫോഴ്സുകളാണ്. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിലാണെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എപ്പോഴും പാരലൽ ലൈൻസ് ഓഫ് ഫോഴ്സുകളായിരിക്കും. ഇതൊക്കെ ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ പ്രത്യേകതകളായി നമുക്ക് പറയാവുന്നതാണ്. ഇനി ചാർജ്ഡ് കണ്ടക്ടേഴ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയായിരിക്കും? ഒരു ചാർജ്ഡ് സ്പിയർ നമ്മൾ എടുത്തിരിക്കുകയാണ്. ഈ ചാർജ്ഡ് സ്പിയറിന് ഇൻസൈഡായിട്ട് ഒരിക്കലും ലൈൻസ് ഓഫ് ഫോഴ്സുകൾ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതിന് ഇൻസൈഡായിട്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. ഒരു ചാർജ്ഡ് കണ്ടക്ടറിന് ഇൻസൈഡായി ഒരിക്കലും ലൈൻസ് ഓഫ് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. ആ ചാർജ്ഡ് കണ്ടക്ടറിന് പുറത്ത് അതിൻ്റെ സർഫസിന് വെളിയിൽ മാത്രമായിരിക്കും ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടാവുക. ആ ലൈൻസ് ഓഫ് ഫോഴ്സ് എപ്പോഴും ഈ കണ്ടക്ടറിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഒരു ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അതിൻ്റെ സർഫസിൽ നിന്നുള്ള ലൈൻസ് ഓഫ് ഫോഴ്സുകൾ ആക്ട് ചെയ്യുക. ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പിയർ ആയതുകൊണ്ടാണ് ഇതിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലറായി ലൈൻസ് ഓഫ് ഫോഴ്സ് പുറത്തേക്ക് വരച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പിയർ ആയിരുന്നെങ്കിൽ ഒറ്റ വ്യത്യാസം, ഈ ലൈൻസ് ഓഫ് ഫോഴ്സെല്ലാം അകത്തേക്ക് ഡയറക്ഷൻ പോയിൻ്റ് എന്നേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം സെയിം തന്നെയായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ പ്രത്യേകതകളാണ് നമ്മളിവിടെ പറഞ്ഞത്. അടുത്ത നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ്. ഇവിടെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലായി ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു സർഫസ് ആ ഫീൽഡിന് പെർപെൻഡിക്കുലറായി ഇതിൻ്റെ പ്രതലം പ്ലെയിൻ വരത്തക്ക രീതിയിൽ പ്ലേസ് ചെയ്തിരിക്കുക. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, ഈ സർഫസിന്, അതായത് ഈ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള സർഫസിൻ്റെ പ്രതലത്തിന് പെർപെൻഡിക്കുലറായിട്ടാണ് ഈ ലൈൻസ് ഓഫ് ഫോഴ്സുകളെല്ലാം കടന്നു പോകുന്നത്, അല്ലേ? ഇതാ ഈ സർഫസിൻ്റെ പ്രതലത്തിന് പ്ലെയിന് പെർപെൻഡിക്കുലറായാണ് ലൈൻസ് ഓഫ് ഫോഴ്സുകളെല്ലാം കടന്നു പോകുന്നത്. ഇങ്ങനെ ഒരു സർഫസിന് പെർപെൻഡിക്കുലറായി ആ സർഫസിലൂടെ കടന്നു പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് ദ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിങ് നോർമലി ത്രൂ എ സർഫസ്. ഇത്രയേ ഉള്ളൂ. ഒരു സർഫസിന്, ഒരു പ്രതലത്തിന് പെർപെൻഡിക്കുലറായി അഥവാ നോർമലായി കടന്നു പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെയാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഇലക്ട്രിക് ഫ്ലക്സ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന ഈ സർഫസിൻ്റെ ഏരിയ എ ആണെന്ന് കരുതുക.
ഈ ഒരു സർഫസ് ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് അഥവാ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ലൈൻസ് ഓഫ് ഫോഴ്സുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 5 ആണ്. ഇനി ഈ സർഫസിൻ്റെ ഏരിയ നോക്കുക. ഈ കാണിച്ചിരിക്കുന്ന ഈ സർഫസ് ഏരിയകളിലും സർഫസ് ഏരിയ കുറഞ്ഞ ഒരു സർഫസ് ആണെങ്കിൽ ഇപ്പോഴിതിലൂടെ കടന്നു പോകുന്ന ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് 2 മാത്രമാണ്. 2 ലൈൻസ് ഓഫ് ഫോഴ്സുകളാണ്. അപ്പോൾ സർഫസ് ഏരിയ കൂടുന്നതിനനുസരിച്ച് ലൈൻസ് ഓഫ് ഫോഴ്സുകൾ അഥവാ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ എണ്ണം കൂടും. അതായത് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ആ സർഫസിൻ്റെ ഏരിയയ്ക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. മനസ്സിലായല്ലോ. ഇനി മറ്റൊന്ന് നമ്മൾ പഠിച്ചതാണ് ഇലക്ട്രിക് ഫീൽഡിനെ പിക്ചറൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലൈൻസ് ഓഫ് ഫോഴ്സുകൾ തമ്മിലുള്ള അകലം കുറയുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടും എന്നുള്ള കാര്യം നമ്മൾ മുൻപ് പഠിച്ചതാണത്. ഇവിടെ നോക്കിയാൽ ആദ്യം നമ്മൾ വരച്ചിരുന്ന യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ അപേക്ഷിച്ചിട്ട് ലൈൻസ് ഓഫ് ഫോഴ്സുകളുടെ എണ്ണം കൂടി. അതല്ലെങ്കിൽ ആ ലൈൻസ് ഓഫ് ഫോഴ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ കുറഞ്ഞു. അതായത് ഇതിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോഴുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി കൂടുതലാണെന്നർത്ഥം. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇപ്പോൾ കൂടുതലാണ്. പക്ഷേ നമ്മൾ വെച്ചിരിക്കുന്ന സർഫസ് നേരത്തെ എടുത്ത അതേ സർഫസ് തന്നെ. മുൻപ് ഈ സർഫസിലൂടെ പാസ് ചെയ്തിരുന്ന ഇലക്ട്രിക് ഫ്ലക്സ് 5 ആയിരുന്നു. ഇപ്പോൾ ഇതാ നോക്കി 3, 3, 6, 3, 9 ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് ഇപ്പോൾ പാസ് ചെയ്യുന്നത്. സർഫസ് ഏരിയയ്ക്ക് വ്യത്യാസം ഉണ്ടായോ? ഇല്ല. സെയിം സർഫസിലൂടെ തന്നെ പാസ് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ എണ്ണം കൂടി. കാരണം എന്താ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ചും സർഫസിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചും ഈ സർഫസിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ സ്ട്രെങ്ത് കൂടും, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനൊക്കെയാണ്? സർഫസിൻ്റെ ഏരിയയും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. ഇനി അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് നമ്മൾ കണ്ടതാണ് അല്ലേ? അതുപോലെ തന്നെ സർഫസ് ഏരിയ അതും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതായത് അപ്പോൾ അതിനൊരു സർഫസ് ഏരിയ വെക്റ്റർ ക്വാണ്ടിറ്റി ആകുമ്പോൾ അതിനൊരു മാഗ്നിറ്റ്യൂഡ് ഉള്ളതുപോലെ ഡയറക്ഷൻ ഉണ്ടാകും. സർഫസ് ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രതലത്തിന് പെർപെൻഡിക്കുലറായി പുറത്തേക്ക് മാർക്ക് ചെയ്യുന്നതാണ് സർഫസ് ഏരിയയുടെ ഡയറക്ഷൻ. ഇപ്പോൾ എൻ്റെ കൈയുടെ പ്രതലത്തിൻ്റെ ഏരിയ വെക്റ്റർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സർഫസ് നോർമൽ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ആണ് അത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആ സർഫസ് ഇരിക്കുന്നതെങ്കിൽ ഹൊറിസോണ്ടലായിട്ടുള്ള സർഫസ് ആണെങ്കിൽ ആ സർഫസിൽ മുകളിലേക്കായിരിക്കാം. ഇങ്ങനെയാണ് സർഫസ് ഇരിക്കുന്നത്, ഇവിടുന്ന് ഇങ്ങോട്ടാവാം. ഇതാണ് ഇതിൻ്റെ സർഫസ് ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു സർഫസിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ല എണ്ണം. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. എന്നാൽ ആ ഇലക്ട്രിക് ഫ്ലക്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും സർഫസ് ഏരിയയും വെക്റ്റർ ക്വാണ്ടിറ്റീസാണ്. അപ്പോൾ ഈ 2 വെക്റ്റർ ക്വാണ്ടിറ്റീസിൽ നിന്ന് എങ്ങനെ നമുക്ക് സ്കെയിലാർ റിസൾട്ട് കിട്ടുമെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഇവിടെ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി E, അതുപോലെ തന്നെ ഈ സർഫസ് ഏരിയയിൽ ആദ്യം നമുക്കൊരു സ്മോൾ ഏരിയ കൺസിഡർ ചെയ്യാം. ആ ഒരു സ്മോൾ ഏരിയ, ഈ ഏരിയ DS ഏരിയ ഉണ്ടെന്ന് കരുതുക. സ്മോൾ സർഫസ് ഏരിയ DS ഏരിയ. ഇതിങ്ങനെ ചരിച്ചു വെച്ചിരിക്കുകയാണ്. ഈ സർഫസ് ഏരിയ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് നമ്മൾ കണ്ടു. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടായ ഇലക്ട്രിക് ഫ്ലക്സ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ സ്കെയിലാർ റിസൾട്ട് കിട്ടണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും സർഫസ് ഏരിയയും തമ്മിലുള്ള പ്രോഡക്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് ആയിരിക്കണം. അതായത് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും സർഫസ് ഏരിയയുടെയും കൂടി ഡോട്ട് പ്രോഡക്റ്റിലൂടെയാണ് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മോൾ ഏരിയയിലൂടെയുള്ള സ്മോൾ എമൗണ്ട് ഓഫ് ഫ്ലക്സിനെ d∅ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ആ സ്മോൾ എമൗണ്ട് ഓഫ് ഫ്ലക്സ് കിട്ടാൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന വെക്റ്റർ ക്വാണ്ടിറ്റിയും സർഫസ് ഏരിയ എന്ന വെക്റ്റർ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് is measured as the dot product of electric field intensity and surface area. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു സ്മോൾ ഏരിയയിലൂടെയുള്ള സ്മോൾ എമൗണ്ട് ഓഫ് ഫ്ലക്സ് ആണ് d∅ = ഈ വെക്റ്റർ ഡോട്ട് ds വെക്റ്റർ. അപ്പോൾ നമുക്ക് ഈ ഡോട്ട് ds എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, ഈ ds cos θ. അപ്പോൾ മറ്റൊരു ടൈം കൂടെ വന്നു cos θ. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഈ വെക്റ്ററും ds വെക്റ്ററും തമ്മിലുള്ള
ആംഗിളാണ്. ഈ വെക്ടറിൻ്റെ ഡയറക്ഷൻ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡി എസ് വെക്ടർ, അതായത് സർഫസ് ഏരിയയുടെ ഡയറക്ഷനെ മുൻപ് പറഞ്ഞു. സർഫസ് ഏരിയയുടെ ഡയറക്ഷൻ എപ്പോഴും ആ സർഫസിൻ്റെ പ്രതലത്തിന് പെർപെൻഡിക്കുലറായി പുറത്തേക്കായിരിക്കും. അപ്പോൾ നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന സർഫസ് ഇതാ ഇങ്ങനെ ആയിരിക്കുന്നത്. ഈ സർഫസ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിരിക്കും. ഈ സർഫസിൽ ഇവിടുന്ന് പുറത്തേക്കായിരിക്കും ഇതിൻ്റെ സർഫസ് ഏരിയ ഡയറക്ഷൻ, ഏരിയ വെക്ടർ. ഇതാണ് ഡി എസ് വെക്ടറിൻ്റെ ഡയറക്ഷൻ. ഈ ഡി എസ് വെക്ടറും ഈ വെക്ടറും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. കണ്ടല്ലോ. ഇനി നമുക്ക് അങ്ങനെയെങ്കിൽ ഈ ഒരു ലാർജ് ഏരിയയിലൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ലാർജ് സർഫസ് ഏരിയ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ കുറേ സ്മോൾ ഏരിയാസ് ചേരുന്നതാണ്. ഇതേമാതിരിയുള്ള കുറേ സ്മോൾ ഏരിയാസ് ചേരുന്നതാണ് ഈ ഒരു ലാർജ് ഏരിയ. അപ്പോൾ ഈ ഒരു ടോട്ടൽ ഏരിയ എസ് ഏരിയയിലൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ ഇതേപോലുള്ള സ്മോൾ ഏരിയാസിലൂടെയുള്ള സ്മോൾ എമൗണ്ട് ഓഫ് ഫ്ലക്സ് എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സർഫസിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടും. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫ്ലക്സ് ഫൈ ഇസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഡി ഫൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സർഫസ് ഇൻ്റഗ്രൽ, അതായത് സ്മോൾ സർഫസ് ഏരിയാസ് എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സർഫസ് ഇൻ്റഗ്രൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഡി ഫൈയുടെ ഇക്വേഷൻ ഇ ഡി എസ് കോസ് തീറ്റ അല്ലെങ്കിൽ ഇ ഡോട്ട് ഡി എസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സർഫസ് ഇൻ്റഗ്രൽ ഇ വെക്റ്റർ ഡോട്ട് ഡി എസ് ഉണ്ടല്ലോ. ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സിനുള്ള ജനറൽ എക്സ്പ്രഷൻ. ഇനി ഈ ഇലക്ട്രിക് ഫ്ലക്സ് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതിന് നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും സർഫസ് ഏരിയയും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് ആണ്. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ എസ് ഐ യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ എസ് ഐ യൂണിറ്റ് ഓഫ് ഫ്ലക്സ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് നമ്മൾ പഠിച്ചതാണ്, ന്യൂട്ടൺ പെർ കൂളോം. ഇൻറ്റു സർഫസ് ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ, അതായത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം. ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ എസ് ഐ യൂണിറ്റ്. അതുപോലെ ഇതിന് ഡയമെൻഷൻ, ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഡയമെൻഷൻ നോക്കാം. ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഡയമെൻഷൻ കിട്ടാൻ ഈ യൂണിറ്റിൽ നമുക്ക് ഡയമെൻഷൻ ഫോം ചെയ്യാം. ന്യൂട്ടൺ, അതായത് m⁻1 l⁻1 t⁻⁻². ഇതാണ് ന്യൂട്ടൺ അഥവാ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ. മീറ്റർ സ്ക്വയർ ലെങ്തിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ കൂളോം. കൂളോമിൻ്റെ ഡയമെൻഷൻ പഠിച്ചാണ് a⁻1 t⁻². ഇനി ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് m⁻1 l⁻3 t⁻⁻3 a⁻⁻1 m⁻1 l³ ഇതോടെ മേളിലേക്ക് വരുമ്പോൾ t⁻⁻3 a മേളിൽ വരുമ്പോൾ a⁻⁻3. ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഡയമെൻഷൻ. ഇനി ഇലക്ട്രിക് ഫ്ലക്സ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ പഠിച്ചതാണ്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ കണ്ടത്. ഇലക്ട്രിക് ഫ്ലക്സ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇതിൻ്റെ എസ് ഐ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം എന്നെടുക്കുക. അതുപോലെ തന്നെ ഡയമെൻഷൻസ് വരുന്നത് m⁻1 l³ t⁻⁻3 a⁻⁻1. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.